കേരളം ആധുനികവൽക്കരിക്കുന്ന കാലത്ത് തന്നെ വ്യത്യസ്തമായ നിരവധി അഭിപ്രായങ്ങൾ ഏറ്റുമുട്ടി കോൺസെൻസസ് ഉണ്ടായി രൂപപ്പെട്ടൊരു സംസ്ഥാനമാണിത്. ഇവിടെ ഒരാളെയും മാർജിൻ ചെയ്തിട്ട് ആക്രമിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷത്തിൽ സമൂഹത്തിനില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ കൊന്നുകളയുന്ന സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ CPIM ആണ് ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയതെന്ന് പറയും. ചന്ദ്രശേഖരൻ്റെ കേസിൽ CPM പ്രതിക്കൂട്ടിലാണെന്ന് അവർ പറയുന്നു, RMP പറയുന്നുണ്ട്. അതിലെ പ്രതികൾ, പിടിക്കപ്പെട്ട പ്രതികൾ പലരും CPIMൻ്റെ ആൾക്കാരായിരുന്നു. എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? അത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ CPIMനെ മാത്രം ആദർശവൽക്കരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. 30 വർഷം ഭരിച്ച ബംഗാളോ അല്ലെങ്കിൽ ത്രിപുരയോ, അത് മാത്രമല്ല കോൺഗ്രസ് ദീർഘകാലം ഭരിച്ച കേന്ദ്രമോ പല സംസ്ഥാനങ്ങളും ഭരിച്ച പാർട്ടികളോ അത് അധികാരം കേന്ദ്രീകരിക്കുന്നതും ജീർണിക്കുകയും മറ്റു പല ശക്തികളും കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കേരളത്തിൽ അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഈ സൂചിപ്പിക്കുന്നത്. അത് മുഴുവൻ കേരളീയർക്കും വേണ്ടി പറയുന്ന കാര്യമാണ്, ഒരു പാർട്ടിയുടെ കാര്യമല്ല. മറിച്ച് അരുൺ വാദിക്കുന്ന ഒരു കാര്യം ഞങ്ങളെല്ലാ കാര്യവും ചെയ്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ തന്നെ ഭരിക്കും എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമായൊരു നിലപാടല്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അതിദരിദ്ര വിമുക്ത കേരളമെന്ന് പ്രഖ്യാപിച്ചു. എന്തായി പറയുന്നു? ഈ ദാരിദ്ര്യമെന്ന് പറയുന്നത് സ്വയം വരിക്കുന്ന ഒരു സംഗതിയല്ല, അത് നമ്മുടെ സംവിധാനത്തിലൂടെ രൂപപ്പെട്ടു വരുന്നൊരു കാര്യമാണ്. അത് ഇനിയും ആവർത്തിച്ചുകൊണ്ട് അതിദരിദ്രം ഇനിയും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ തന്നെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായി ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലൊരു പ്രശ്നമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം, അതിദരിദ്ര വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഇവിടെ ഈ വീടില്ലാത്തവരും ഇവിടെ നിത്യേന ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള എത്രയോ മനുഷ്യരുള്ളപ്പോൾ നമ്മളിത് പറയുന്നത്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടതാണ് നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ജനാധിപത്യത്തിനകത്ത് തുടർ ഭരണമെന്നത് ഏത് രൂപത്തിലായാലും തുടർ ഭരണം എന്നത് അപകടം. ഇപ്പം മോഡിക്ക് ഇന്ത്യ ഭരിച്ച് ഏറ്റവും അവസാനം ഇപ്പോൾ കർഷകർ പ്രക്ഷോഭത്തിലാണ്. അമേരിക്കയ്ക്ക് കാർഷിക മേഖല തുറന്നു കൊടുക്കുന്ന പുതിയ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ തകർച്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിടുന്നത്. അപ്പോൾ പക്ഷേ ജനം മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അവർ ശരിയാണെന്നാണോ? അവരും വീടുകൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ടാവും. അപ്പോൾ വീടുകൾ ക്യാമ്പയിൻ നടത്തുക എന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് ഒരു ഭരണഘടനാ മൂല്യത്തെയും ജനാധിപത്യ മൂല്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. തുടർ ഭരണം അതിനെതിരാണെന്നാണ് ഈ പറയുന്ന കാര്യം. അത് ഏതെങ്കിലും പാർട്ടിയോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല, ഏതെങ്കിലും ഭരണാധികാരിയോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. അവർക്ക് ഇപ്പോൾ കേരളത്തിലെ ദളിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരവധി ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതെങ്ങനെ പറയുന്നത് പിണറായി വിജയനുള്ള വിരോധമാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്കൊന്നും പറയാനില്ല. തെളിവ് തരാം. തെളിവ് കഴിഞ്ഞ 24-25 വർഷം 113 അട്രോസിറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് എന്ത് നടപടിയെടുത്തു, എന്ത് കാര്യം നടന്നു, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ സമൂഹത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ജനാധിപത്യത്തിൽ സംസാരിക്കരുത്. അപകടം